sem direção, mistério no ar, o tempo respira, me deixa vagar, luz na അറിഞ്ഞില്ലേ പഞ്ചശരൻ വളർത്തുന്ന പൈങ്കിളി പെണ്ണേന്ന് പാട്ട് പാടാൻ പറ്റിയോ? പൂക്കള് നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് മുമ്പ് കോടാനുകോടി പൂക്കൾ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. ആ പൂവിനെ നോക്കിയിട്ട് മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ നീ ഇളം പൂവേ എന്ന് എഴുതാൻ ഷിബു ചക്രവർത്തി ഉണ്ടായിരുന്നോ? അത് ചിട്ടപ്പെടുത്താൻ ജെറി അമൽദേവ് ഉണ്ടായിരുന്നോ? അത് പാടാൻ യേശുദാസ് ഉണ്ടായിരുന്നോ? ഇല്ല. നമ്മൾക്ക് പറ്റി. എന്തൊരു ഭാഗ്യമാണ് നമ്മുടെ കണ്ണ്. അതിൻ്റെ കൃഷ്ണമണി ഇടത്തോട്ടും വലത്തോട്ടും ചലിപ്പിക്കുന്നതുകൊണ്ടല്ലേ. അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആളെ ഞാൻ കാണണമെങ്കിൽ ടേബിൾ ഫാന് തിരിയും പോലെ സെറ്റടക്കം തിരിയണ്ടേ? ആ കൃഷ്ണമണി അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കാൻ കിട്ടിയത് എന്തൊരു ഭാഗ്യമാണ്. ആ കണ്ണിൽ ഏറ്റവും മൃദുലമായ കണ്ണായതുകൊണ്ടല്ലേ അതിൽ പൊടി വീഴാതിരിക്കാൻ വേണ്ടി നമ്മളെ നിർദ്ദേശം കിട്ടിയിട്ട് കൈയുടെ പോയി തടയാനൊന്നും സമയമില്ലല്ലോ. പൊടി വന്ന് വീഴുമ്പോൾ അതിനല്ലേ ഓട്ടോമാറ്റിക് ഷട്ടർ പിടിപ്പിച്ച ലോകത്തെ ആദ്യത്തെ ഓട്ടോമാറ്റിക് ഷട്ടറല്ലേ കൺപോളാ. പൊടി മേലേന്നല്ലേ വീഴുക. മേലേന്ന് പൊടി വീഴുമ്പോൾ അതിനെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് സൺഷെയ്ഡായിട്ട് പുല്ല് വെച്ച് പിടിപ്പിച്ചാന്നല്ലേ പുരികോ. അത് പൊരിച്ചു മാറ്റിയിട്ട് വരച്ചുണ്ടാക്കാനുള്ളതല്ല, പൊടി വീഴുമ്പോൾ തടഞ്ഞു നിർത്താനുള്ള. കൊണ്ടുപോയിട്ട് വെള്ളം ചീറ്റിയിട്ട് കളയാനൊന്നും നിൽക്കണ്ട. കണ്ണിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വെള്ളം ചീറ്റിയിട്ട് കണ്ണീരൊലിപ്പിച്ച് അത് ഒഴുക്കി കളയാനുള്ള സംവിധാനം. എന്ത് നല്ല കമ്പ്യൂട്ടർ സിസ്റ്റമാണ്. നിങ്ങൾ നോക്കൂ ഈ ശരീരം. ആ വായക്ക് തൊട്ടുമേലെ മൂക്ക് പിടിപ്പിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ തിന്നുന്നത് കെട്ടതാണെന്ന് എങ്ങനെ മനസ്സിലാവാനാ? ഈ മൂക്ക് വേറെ എവിടെയെങ്കിലും വിചാരിക്കും. ഈ സാധനം നാറുന്നതാണെന്ന് എങ്ങനെ മനസ്സിലാവാനാ? ഭക്ഷണത്തിൽ എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ മൂക്ക് കൊണ്ട് മണത്ത് പിടിക്കാനാ വായക്ക് തൊട്ടുമേലെ മൂക്ക് പിടിപ്പിച്ചത് കേട്ടോ. പണ്ട് പുരുഷന്മാരെല്ലാം പുറത്തിറങ്ങും, സ്ത്രീകളകത്തിരിക്കുന്നത് കൊണ്ടാണ് പുരുഷന്മാർക്ക് ഈ പൊടി പാറിയിട്ട് മൂക്കിലൂടെ ശ്വാസകോശത്തിൽ പൊടിയെത്തിയിട്ട് ബ്രോങ്കറ്റീസ് അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ട് മൂക്കിലേക്ക് പൊടി കയറാതിരിക്കാൻ ഈട് അരിപ്പ വെച്ച മീശ വെച്ചത്. മനസ്സിലായില്ലേ? ഇപ്പൊ പെണ്ണുങ്ങൾ പുറത്തിറങ്ങാൻ